നമ്മുടെ കർത്താവ് ഏറ്റവും വലിയവൻ എന്നതിനെ പറ്റിയാണ്. 104 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹൈ ഗോഡ്. നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്ലെയിൻ ഗ്രൗണ്ടിൽ കിടക്കുന്ന സമയത്ത് എയർപോർട്ടും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളെല്ലാം വളരെ വലുതായിട്ട് കാണുന്നു. എന്നാൽ പ്ലെയിൻ ഉയർന്നു പൊങ്ങുമ്പോൾ ഉയർന്ന് പോകുന്ന അനുസരിച്ച് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഈ കെട്ടിടങ്ങളും അതുപോലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ചെറുതായി പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം വലിയവനാണ് എന്ന ദർശനമുള്ള വ്യക്തികൾ, ദൈവം ഏറ്റവും ഉന്നതനാണ് എന്ന് ഹൃദയത്തിൽ ഉറച്ച ബോധ്യമുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെ ചെറുതായിട്ട് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. എന്നാൽ തങ്ങളുടെ ദൈവം പ്രവർത്തിക്കാത്തവനാണ്, ചെറിയവനാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെ വലുതായിട്ട് അനുഭവപ്പെടുന്നു. ഒരു വലിയ രേഖ, ലൈൻ, അതിനെ ചെറുതാക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വലിയ ഒരു വര വരച്ചു കൊടുത്താൽ മതി. ആദ്യത്തെ വര ചെറുതായി തീരുന്നു. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളുടെ അടുത്ത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്ന് നിർത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചെറുതായിട്ട് അനുഭവപ്പെടുന്നു. ബൈബിളിലൂടെ നമ്മൾ ഈ തിരുവചനം ശുശ്രൂഷയിൽ കർത്താവിന്റെ മഹത്വത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഒന്നാമതായി, നമ്മുടെ കർത്താവ് അബ്രഹാമിനേക്കാൾ വലിയവൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യഹൂദർ കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാമിനേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചു, നീ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്? യേശു അതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാത്തിന് മുൻപേ ഞാൻ ഉണ്ട്. യേശു ഇത് പറയുമ്പോൾ യേശുവിന് വെറും 32 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ സമയത്ത് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, അബ്രഹാത്തിന് മുൻപേ ഞാൻ ഉണ്ട്. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു: അബ്രഹാമിന്റെ ജീവിതകാലം 175 വർഷങ്ങൾ ആയിരുന്നു. അബ്രഹാം വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു. അബ്രഹാമിന്റെ മക്കളായ ഇസഹാക്കും ഇസ്മയിലും ചേർന്ന് മക്പെല ഗുഹയിൽ അബ്രഹാമിനെ സംസ്കരിച്ചു. അബ്രഹാം മണ്ണോട് മണ്ണ് ചേർന്നു. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അബ്രഹാമിന്റെ മരണമാണ് ഉൽപ്പത്തി പുസ്തകം 25-ലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്, വിഷയം. അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, ഗുഹയിൽ സംസ്കരിക്കപ്പെട്ട അബ്രഹാം മണ്ണോട് മണ്ണ് ചേർന്നു. എന്നാൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വചനം നമ്മൾ ഇപ്രകാരം കാണുകയാണ്: ഉയർത്തെഴുന്നേറ്റ കർത്താവ് യോഹന്നാന് പത്മോസ് ദ്വീപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്ത്യവും ജീവിച്ചിരിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് യോഹന്നാനോട് പറയുകയാണ്, ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ, ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ. ഞാൻ മണ്ണോട് മണ്ണ് ചേരാനായിട്ട് വന്നവനല്ല. മരണത്തിന് എന്നെ സ്പർശിക്കാൻ സാധ്യമല്ല. ഞാൻ മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്തിരിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, അബ്രഹാം വലിയവനാണ്. ലോകത്തിലെ ഏതാണ്ട് വലിയ ഒരു വിഭാഗം ജനങ്ങൾ അബ്രഹാമിനെ തങ്ങളുടെ പൂർവ്വ പിതാവായി ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്നിരുന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രഹാം മണ്ണോട് മണ്ണ് ചേർന്നു. കർത്താവ് യേശുവാകട്ടെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ അബ്രഹാമിനേക്കാളും വലിയവൻ. വീണ്ടും നമ്മൾ കാണുകയാണ്, കർത്താവ് യാക്കോബിനേക്കാളും വലിയവൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് സമരിയാക്കാരി സ്ത്രീയോട് സുവിശേഷം പറയാൻ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അനേക കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് ഉച്ചയ്ക്ക് 12 മണി സമയത്ത് യാക്കോബിന്റെ കിണറ്റിന്റെ കരയിൽ വന്നിരിക്കുകയാണ്. കർത്താവ് അവളോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. അവൾ തിരിച്ച് തർക്കിക്കുകയാണ്, നീ ഒരു യഹൂദനല്ലേ, നിനക്കെങ്ങനെ സമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കാനായിട്ട് സാധിക്കും? ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ദാഹിക്കുകയില്ല. ഉടനെ അവൾ എടുത്തടിക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ കിണർ തന്ന
ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാളും വലുതാണോ നീ? ഞങ്ങൾക്ക് ഈ കിണർ തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാളും വലുതാണോ നീ? യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ കിണറിലെ വെള്ളം വറ്റിപ്പോകാം, യാക്കോബിന്റെ കിണർ കാലക്രമേണ ഇടിഞ്ഞ് താഴെ വീഴാം, യാക്കോബിന്റെ കിണർ അപ്രത്യക്ഷമാകാം. എന്നാൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. കർത്താവ് ഇവിടെ കർത്താവിനെ വിളിച്ചിരിക്കുന്നത് കിണറായിട്ടാണ്. ജീവജലം തരുന്ന ഒരു കിണറായി യേശു തന്നെ തന്നെ വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയാണ്, മോളെ, നിനക്ക് ഈ കിണർ തന്ന യാക്കോബ് മരിച്ചു, യാക്കോബ് തന്ന കിണർ ഇടിഞ്ഞു വീഴും, ഇതിലെ വെള്ളവും പറ്റും. മാത്രമല്ല, ഇതിൽ നിന്ന് നീ വെള്ളം കുടിച്ചാലും പിന്നെയും നിനക്ക് ദാഹിക്കും. എന്നാൽ ഞാനാകുന്ന കിണറ്റിൽ നിന്നും നീ കോരി കുടിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ജലം നീ കുടിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും പാപത്തിന്റെ ദാഹം ഉണ്ടാവുകയില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പാപസുഖത്തിന്റെ പിന്നാലെ ദാഹം തീരാതെ ഓടിയ വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. നമുക്കറിയാം, പല പല കിണറുകൾ മാറി മാറി അവൻ ഉപയോഗിച്ചു. ഒരുപാട് കിണറിന്റെ പുറകെ അവൻ ഓടി. ഒരു ദിവസം അവൻ യേശു എന്ന കിണർ കണ്ടെത്തി. യേശു അവന് ജീവജലം കുടിക്കാൻ കൊടുത്തു. യേശു എന്ന കിണറ്റിൽ നിന്നും ജീവജലം കുടിച്ച അഗസ്റ്റിൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഓ നിത്യസനാതന സൗന്ദര്യമേ, നിന്നെ കണ്ടെത്താൻ ഞാൻ എത്രയോ വൈകിപ്പോയി. നീ ആകുന്ന കിണർ കണ്ടെത്താൻ ഞാൻ എത്ര വൈകി. നിന്നിൽ നിന്ന് കിട്ടുന്ന ജലം കുടിക്കാൻ ഞാൻ എത്ര വൈകിപ്പോയി. ഇതാ എന്റെ ദാഹം ശമിച്ചിരിക്കുന്നു. പാപത്തിന് വേണ്ടിയുള്ള എന്റെ ഓട്ടം ഇവിടെ അവസാനിക്കുന്നു. പാപത്തിന് വേണ്ടിയുള്ള ദാഹം ഇവിടെ അവസാനിക്കുന്നു. പാപത്തിന് വേണ്ടിയുള്ള വിശപ്പ് ഇവിടെ അവസാനിക്കുന്നു. നീ തന്ന ജലം എനിക്ക് സംതൃപ്തി തരുന്നു. ഇതാ കർത്താവ് പറയാണ്, യാക്കോബിനേക്കാളും വലിയവനാണ് കർത്താവ്. അതേ പ്രിയപ്പെട്ടവരെ, ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും വലിയവനാണ് യേശു ക്രിസ്തു എന്ന് നെപ്പോളിയൻ പോലും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ വചനം ഉറപ്പിച്ചു പറയുന്നു, ഇതാ യേശു യാക്കോബിനേക്കാളും വലിയവൻ. 3, യേശു സോളമനേക്കാളും വലിയവൻ. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ദക്ഷിണ ദേശത്തെ രാജ്ഞി അവസാന വിധിദിനം ഉയർത്തെഴുന്നേറ്റ് ഈ തലമുറയോടൊപ്പം ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ദൂരദേശത്ത് നിന്ന് കടന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാളും വലിയവൻ. സോളമനേക്കാളും വലിയവനാണ് കർത്താവ് എന്ന് പറയുമ്പോൾ അന്നത്തെ ജനം അത്ഭുതപ്പെട്ട് കാണും. കാരണം ഒരു തച്ചന്റെ കുടുംബത്തിൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ആശാരി പണി ചെയ്ത് 30 വർഷം വരെ ജീവിച്ചിട്ട് ഇപ്പോൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അവനെ പറ്റി തന്നെ പറയുകയാണ്, ഇതാ ഇവിടെ സോളമനേക്കാളും വലിയവൻ. സോളമൻ 3 കാര്യങ്ങളിലാണ് വലിയവൻ എന്ന് ബൈബിൾ പറയുന്നു. 1 ഭരണത്തിൽ, 2 വിജ്ഞാനത്തിൽ, 3 മഹത്വത്തിൽ. ഈ 3 കാര്യങ്ങളും നമ്മൾ യേശുവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുകയാണ്. സോളമൻ ഭരണത്തിൽ വളരെ ഉന്നതനായിരുന്നു. സോളമൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഭരിച്ചിരുന്നത്. എന്നാൽ യേശുവോ ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ദൈവം. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നു. പ്രപഞ്ചത്തെ തന്റെ കൈവെള്ളയിൽ അവൻ താങ്ങി പിടിച്ചിരിക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവായ യേശുവിനെ പറ്റി വചനം പറയുന്നു, ഇതാ സോളമനേക്കാളും വലിയവൻ. 2ാമത് സോളമനെ പറ്റി പറയുന്നത്, രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇത്രമാത്രം വിജ്ഞാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്നാണ്. ജ്ഞാനം നിറഞ്ഞിരുന്ന വ്യക്തി. എന്നാൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 31-ാം വചനം പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജ്ഞാനമാണ് യേശു. സൂര്യനും രശ്മിയും തമ്മിലുള്ള വ്യത്യാസം പോലെ യേശു ജ്ഞാനമാണ്. സോളമന് കിട്ടിയത് ആ ജ്ഞാനത്തിന്റെ ഒരു രശ്മി മാത്രം. He is the wisdom of God. യേശുവാണ് ദൈവത്തിന്റെ വിജ്ഞാനം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. 3ാമത് മഹത്വം. സോളമൻ വലിയ മഹത്വമുള്ള വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ വയലിലെ ലില്ലികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്റെ അടുക്കൽ വന്ന ജനത്തോട് പറയുന്ന ഒരു വചനമുണ്ട്, നിങ്ങൾ വയലിലെ ലില്ലികളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ ദൈവം അതിനെ അണിയിച്ചൊരുക്കുന്നു. സോളമൻ പോലും തന്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. സോളമന്റെ മഹത്വത്തെ പറ്റി ഇസ്രായേൽ വാനോളം പാടി പുകഴ്ത്തുമ്പോൾ, സോളമൻ വലിയ മഹത്വമുള്ളവനായിരുന്നു എന്ന് ഇസ്രായേൽ ജനം ഘോഷിക്കുമ്പോൾ, വയലിലെ ഒരു കൊച്ചു പൂവിനെ നോക്കിക്കൊണ്ട്
നോക്കിക്കൊണ്ട്, ഒരു ചെടിയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, ഈ പൂവിനുള്ളത്രയും ഭംഗി സോളമന്റെ വസ്ത്രത്തിനുണ്ടായിരുന്നോ? ഈ ചെടിക്കുള്ള പെർഫെക്ഷൻ, പൂർണ്ണത സോളമന്റെ വസ്ത്രങ്ങൾക്കും കിരീടത്തിനും ഉണ്ടായിരുന്നോ? എന്നിട്ട് പറയാണ്, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പറ്റി വചനം പറയുന്നത് ഇങ്ങനെയാണ്, 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ളവനാണ് കർത്താവ്. 104 സങ്കീർത്തനത്തിന്റെ 2 തിരുവചനം പറയുന്നു, കർത്താവെ അങ്ങ് പ്രകാശത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. സോളമൻ തുണി കൊണ്ടുള്ള വസ്ത്രം അണിഞ്ഞ് മഹത്വത്തിലിരുന്നെങ്കിൽ യേശുവിനെ പറ്റി പറയുന്നു 104 സങ്കീർത്തനം 2 തിരുവചനം, കർത്താവെ അങ്ങ് പ്രകാശത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ വസ്ത്രം ഏതാന്ന് ചോദിച്ചാൽ അത് പ്രകാശമാണ്, പ്രകാശത്തെ അണിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് രൂപാന്തരമലയിൽ മോശയുടെയും ഏലിയായുടെയും മധ്യത്തിൽ യാക്കോബും പത്രോസും യോഹന്നാനും നോക്കി നിൽക്കുമ്പോൾ അവന്റെ വസ്ത്രം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. ലോകത്തിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത വണ്ണം അവന്റെ വസ്ത്രം വെട്ടിത്തിളങ്ങി. 104 സങ്കീർത്തനം 2 നമ്മൾ കാണുന്നു, കർത്താവെ അങ്ങ് പ്രകാശത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയാണ്, മഹത്വത്തിൽ യേശുവിന് തുല്യനായി ആരുമില്ല, ജ്ഞാനത്തിൽ യേശുവിന് തുല്യനായി ആരുമില്ല, ഭരണത്തിൽ യേശുവിന് തുല്യനായി ആരുമില്ല. ഇതാ സോളമനേക്കാളും വലിയവൻ. 4-മതായി ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ യോനായേക്കാളും വലിയവൻ. മത്തായി സുവിശേഷം 12-ാം അധ്യായം നമ്മൾ ഇങ്ങനെ കാണുന്നു, യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ കഴിയണം. ഇതാ യോനായേക്കാളും വലിയവൻ. യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു. ഇതാ യോനായേക്കാളും വലിയവൻ. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും യോന വലിയവൻ തന്നെയാണ്. കാരണം യോനായുടെ ഒറ്റ പ്രസംഗത്തിൽ ഒരു രാജ്യം, നിനവേ എന്ന് പറയുന്ന ഒരു രാജ്യം മുഴുവൻ മാനസാന്തരപ്പെട്ടു. എന്നാൽ യേശു അതിനേക്കാളും വലിയവനാണ്. കാരണം യേശു കഴിഞ്ഞ 2000 വർഷമായി ലോകം മുഴുവനുമുള്ള എല്ലാ രാജ്യങ്ങളിലും കോടിക്കണക്കിന് ജനങ്ങളെ തന്റെ വചനത്താൽ പിതാവായ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്നു. യോന മരിച്ചില്ല. യോനായെ തിമിംഗലം ഛർദിച്ച് കരക്കിട്ടു. അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, ദൈവം യോനായെ കാത്തതാണ്. എന്നാൽ യേശു 3 രാവും 3 പകലും പാതാളത്തിന്റെ ഉള്ളിലായിരുന്നു, മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ പാതാളത്തിന്റെ ഉള്ളിൽ കിടക്കെ അവൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയിലേക്ക് കടന്നു വരികയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും അവൻ പാതാളത്തെ തോൽപ്പിച്ച് പുറത്തു വരികയും ചെയ്തു. യേശു ഇനി മരണം അനുഭവിക്കുകയില്ല. യേശുവിന് ഇനി മരണമില്ല. എന്നാൽ തിമിംഗലത്തിന്റെ പുറത്തു വന്ന യോന മരിച്ചു, മണ്ണോട് മണ്ണ് ചേർന്നു. യേശുവിനെ ആകട്ടെ മരണത്തിന് ഇനി സ്പർശിക്കാൻ സാധിക്കുന്നില്ല. യേശു എന്നേക്കും ജീവിക്കുന്നു. ഇതാ യോനായേക്കാളും വലിയവൻ. 5-മതായി, ഇതാ ദേവാലയത്തെക്കാളും വലിയവൻ. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഇതാ ദേവാലയത്തെക്കാളും വലിയവൻ. 2 ദിനവൃത്താന്തം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ സോളമൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനായതിനാൽ അങ്ങേക്ക് ഞാൻ മഹത്തായ ഒരു ആലയം പണിയട്ടെ. തൊട്ടടുത്ത വചനം 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നു, സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അങ്ങേക്ക് ഒരാലയം പണിയുവാൻ ആർക്ക് കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഒരാലയം പണിയാമെന്നല്ലാതെ ആർക്കാണ് അങ്ങേക്ക് വേണ്ടി ആലയം പണിയാൻ കഴിയുക? മറ്റെന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക? അങ്ങേക്ക് വേണ്ടി ഒരു ആലയം ഞാൻ പണിയുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ശ്വാസത്തിൽ തന്നെ സോളമൻ പറയുകയാണ്, സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അങ്ങേക്ക് വേണ്ടി ആലയം പണിയാൻ ആരെ കൊണ്ട് സാധിക്കും? യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയ മഹത്തായ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഇസ്രായേലിന്റെ അഭിമാനമായ ഈ ജെറുസലേം ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇതിനേക്കാളും വലിയവൻ ഇവിടെ നിൽക്കുന്നു, ദേവാലയത്തെക്കാളും വലിയവൻ ഇവിടെ നിൽക്കുന്നു, എല്ലാറ്റിനേക്കാളും വലിയവൻ ഇവിടെ നിൽക്കുന്നു. അവന്റെ പേരാണ് യേശു. അവസാനമായി 6-മതായി, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന യേശു പുറമേ ഉള്ളവനേക്കാളും വലിയവനാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ 3 ശത്രുക്കൾ നമ്മളെ എതിരിടാനായിട്ട് വരുന്നുണ്ട്. 1 ലോകം, 2 പിശാച്, 3 ജഡം.
ഈ 3 ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തോടൊപ്പം ജീവിക്കുവാനും നടക്കുവാനും ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കാനും സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഈ ജഡത്തെ തോൽപ്പിക്കുന്ന നമ്മൾ, ലോകത്തെ തോൽപ്പിക്കുന്ന നമ്മൾ, പിശാചെന്ന വ്യക്തി നേരിട്ട് പ്രലോഭനമായിട്ട് വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നമുക്ക് വിജയം നൽകാൻ വേണ്ടി കർത്താവ് ഒരു കാര്യം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വന്ന് കർത്താവ് വസിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പിശാചുക്കൾ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമ്മൾ കാണുന്നു, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമ്മൾ ആരാണെന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഇന്ന് അനേകർക്ക് പിശാചുക്കളെ പേടി. പിശാചുക്കളെ ഭയമുള്ള അനേക വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അവിടെ പിശാച്, ഇവിടെ പിശാച്, അവിടെ അശുദ്ധാത്മാവ്, അങ്ങോട്ട് പോകാൻ വയ്യ, ഇങ്ങോട്ട് പോകാൻ വയ്യ, ഹോട്ടലിൽ കയറാൻ പേടി, ബസ്സിൽ കയറാൻ പേടി, അവിടെ തൊടാൻ പേടി, ഇവിടെ തൊടാൻ പേടി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും വലിയവനാണ്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ മഹത്വം ഇത്രമാത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാചുക്കളെ ഒരു കാരണവശാലും ഭയപ്പെടാതെ അവയുടെ മേൽ വിജയമെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കണമെന്നും ദൈവരാജ്യം നമ്മളാൽ പണിയപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, പെറ്റുപെരുകി നിങ്ങൾ ഭൂമിയെ അവകാശമാക്കുവിൻ. പുതിയ നിയമത്തിൽ നമ്മൾ ഇപ്രകാരമാണ് അതിന്റെ വ്യാഖ്യാനം നമ്മൾ കാണുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് ലോകം മുഴുവനും യേശു ക്രിസ്തു നിറഞ്ഞ മനുഷ്യർ ഉണ്ടാകുന്നതുവരെ, യേശുവിനാൽ മനുഷ്യർ നിറയപ്പെടുന്നതുവരെ നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുവിൻ. അതിന് കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനമാണ്, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളെയും സുവിശേഷം അറിയിക്കുവിൻ, എല്ലാവരെയും ശിഷ്യരാക്കുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവ് വലിയവനാണെന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ദൈവം വലിയ ഒരു ഉറപ്പ് തരികയാണ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭയപ്പെടാത്തവരായി മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈക്ക് പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, യേശു ക്രിസ്തു അബ്രഹാമിനേക്കാളും വലിയവൻ, യേശു ക്രിസ്തു യാക്കോബിനേക്കാളും വലിയവൻ, യേശു ക്രിസ്തു സോളമനേക്കാളും വലിയവൻ, യേശു ക്രിസ്തു യോനായേക്കാൾ വലിയവൻ, യേശു ക്രിസ്തു ദേവാലയത്തെക്കാൾ വലിയവൻ, യേശു ക്രിസ്തു പിശാചിനേക്കാൾ വലിയവൻ ഞങ്ങൾ കേട്ടു. ഈ ഏറ്റവും വലിയവനായ യേശു ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യമായി മുന്നോട്ട് പോകണമെന്ന് അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. ഒരിക്കലും തളർന്നു പോകാതെ യേശുവിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.